Welcome back to my channel English Grammar Teaching and Learning. Today we are going to study another question paper. Kerala Public Service Commission ജനുവരി 23-ാം തീയതി 2016 ജനുവരി 23-ാം തീയതി നടത്തിയ ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 21 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷ് ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ പാർട്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ 21 മുതൽ 30 വരെ 21ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു. യെസ്, ദി ക്രിമിനൽ ആസ് വെൽ ആസ് ദി കംപ്ലൈസ് ഡാഷ് അറസ്റ്റഡ്. ക്രിമിനലും അതുപോലെ തന്നെ കൂട്ടുപ്രതിയെയും അറസ്റ്റ് ചെയ്തു. ദി ക്രിമിനൽ ആസ് വെൽ ആസ് ദി കംപ്ലൈസ് ഡാഷ് അറസ്റ്റഡ്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വാസ്, വേർ, ഹാവ് ബീൻ, ആർ ബീൻ, ഈ 3-4 ചോയ്സാണ് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ആസ് വെൽ ആസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആഫ്റ്റർ ആസ് വെൽ ആസ് വി ഹാവ് ടു യൂസ് ഓർ ദി വെർബ് എഗ്രീഡ് ടു ദി ഫസ്റ്റ് സബ്ജക്റ്റ്. ആദ്യത്തെ സബ്ജക്റ്റ് ഏതാണോ ആ സബ്ജക്റ്റിനെ ആയിരിക്കും വെർബ് എഗ്രി ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ദി ക്രിമിനൽ എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ദി കംപ്ലൈസ് ഉണ്ട്. ഈ സെൻസിൽ രണ്ട് സബ്ജക്റ്റുകളും സിംഗിൾ ആണ്. ദി ക്രിമിനൽ ആസ് വെൽ ആസ് ദി കംപ്ലൈസ്. ക്രിമിനല് സിംഗുലർ ആയതുകൊണ്ട് നമുക്കിവിടെ സിംഗിൾ ആയിട്ടുള്ള ഓക്സിലറി വെർബ് വാസ് ആണ്. അപ്പോൾ ദി ക്രിമിനൽ ആസ് വെൽ ആസ് ദി കംപ്ലൈസ് വാസ് അറസ്റ്റഡ്, അതാണ് ആൻസർ. ഇത് വേറാണ് അപ്ലൈ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ദി ക്രിമിനൽസ് എന്ന് വന്നാൽ വേർ അപ്ലൈ ചെയ്യാം. ദി ക്രിമിനൽസ് ആസ് വെൽ ആസ് ദി കംപ്ലൈസ്. ഇനി ദി ക്രിമിനൽ ആസ് വെൽ ആസ് ദി കംപ്ലൈസ്, കൂട്ടുകക്ഷികൾ കംപ്ലൈസസ് എന്നാണ് വരുന്നതെങ്കിലും നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് ഏതാണോ അതായിരിക്കും ആസ് വെൽ ആസിന് ശേഷം നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് ക്രിമിനൽ ആണ്, അതാണ് അതിന്റെ ബേസിക് റൂൾ എന്ന് പറയുന്നത്. ദി ടീച്ചർ ആസ് വെൽ ആസ് ഹിസ് അസിസ്റ്റന്റ്സ് വേർ പ്രൈസ്ഡ് ഫോർ ദെയർ സക്സസ്. അപ്പോൾ അവിടെ ടീച്ചർ ആസ് വെൽ ആസ്, ടീച്ചേഴ്സ് ആസ് വെൽ ആസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ വേർ, ടീച്ചർ ആസ് വെൽ ആസ് ആണെങ്കിൽ വാസ് ഉപയോഗിക്കും. അതിന് പ്രസന്റ് ടെൻസിലാണെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിൽ ആർ ഉപയോഗിക്കും, ടീച്ചർ ആണെങ്കിൽ ഈസ് ഉപയോഗിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ 22, ഫാക്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡാഷ്. ഫാക്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡാഷ്. ഫാൻസി, ഇമാജിനേഷൻ, ഫിക്ഷൻ, ആർ. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഈ ആർ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത്. ആർ അവിടെ ഏത് സെൻസിലാണ് ഒരു ചോയ്സായി കൊടുത്തതെന്ന് അറിയത്തില്ല. ആർ, അപ്പോൾ നമ്മൾ അത് ഒരിക്കലും യോജിക്കാത്തതാണ്. സ്റ്റോറി എന്നോ മറ്റോ ആണെങ്കിൽ പിന്നെയും അതിനൊരു സിമട്രി ഉണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി. ഫാക്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ഡാഷ്, ഇതൊരു യഥാർത്ഥത്തിൽ ഇതൊരു ഫ്രൈസ് ആണ്. ഫാക്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഈസ് സ്ട്രോങ്ങർ ദാൻ ഫിക്ഷൻ. ഫാക്ട് എന്ന് പറഞ്ഞാൽ വസ്തുത, റിയാലിറ്റി. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ കെട്ടുകഥ. അപ്പോൾ യാഥാർത്ഥ്യം കെട്ടുകഥയേക്കാൾ എന്താണ്? സ്ട്രോങ്ങർ ആണ്, ശക്തി ഉറ്റതാണ്. അതാണ് അതിൻ്റെ മീനിങ്. ദെൻ 23, പിക്ക് ഔട്ട് ദി നിയറസ്റ്റ് മീനിങ്. പിക്ക് ഔട്ട് ദി നിയറസ്റ്റ് മീനിങ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു ടു ഫ്ലൈ ഓഫ് ദി ഹാൻഡിൽ, ഇതൊരു ഇഡിയമാണ്. ഈ ഇഡിയത്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള, അതിൻ്റെ മീനിങ്ങിനോട് ചേർന്നിട്ടുള്ള മീനിങ് വരുന്ന പദങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ അതിന് പറ്റിയ ഫ്രേസ് ഏതാണ്? ടു ഡിസ്ലൊക്കേറ്റ് ആണ്, ടു ലൂസ് വൺസ് ടെമ്പർ, ടു ടേക്ക് ഓഫ്, ടു ബി എയർബോൺ. ഇതിലെ ആൻസർ ഏതാണ്? ടു ലൂസ് വൺസ് ടെമ്പർ ആണ് ആൻസർ. ബി ആണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ആൻസർ ഏതാണ്? എ ആണ് ആൻസർ. രണ്ടാമത്തെ ആൻസർ സി. മൂന്നാമത്തെ ആൻസർ 23ന്റെ ആൻസർ ഏതാണ്? ബി ആണ് ആൻസർ. ടു ലൂസ് വൺസ് ടെമ്പർ. ഇനി ഇതുപോലെ തന്നെ ഇതിനോട് ഇതേ അർത്ഥം വരുന്ന, അതായത് ടു ഫ്ലൈ ഓഫ് ദി ഹാൻഡിലിന്റെ മീനിങ് വരുന്നത് ടു ലൂസ് വൺസ് ടെമ്പർ ആണ്.
അതുപോലെ തന്നെ അർത്ഥം വരുന്ന വേറെ ഫ്രേസുകളാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ബ്ലോ എ ഫ്യൂസ്, ഹിറ്റ് ദി റൂട്ട്സ്, സീ റെഡ്സ്, ഗോ ബാലിസ്റ്റിക്, ബൈറ്റ് സംവൺസ് ഹെഡ്. These are another phrases getting the same meaning of to fly off the handle. അപ്പോൾ ഏതൊക്കെ വരാം? ടു ലൂസ് വൺസ് ടെമ്പർ, പിന്നെ ടു ബ്ലോ എ ഫ്യൂസ്, ടു ഹിറ്റ് ദി റൂട്ട്സ്, ടു സീ റെഡ്സ്, ടു ഗോ ബാലിസ്റ്റിക്, ടു ബൈറ്റ് someone's head. Next question, 24th. Select the word opposite in meaning to the word underlined. അടിവരയിട്ടിരിക്കുന്ന വേർഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പദം ഏതാണ്? സെലക്ട് ദി വേർഡ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ടു ദി വേർഡ് അണ്ടർലൈൻഡ്. ദി ഡിസവൽഡ് അപ്പിയറൻസ് ഓഫ് ദി ടു മെൻ ഇൻ ദി സ്ട്രീറ്റ് മേഡ് എവരിവൺ ടേക്ക് നോട്ടീസ് ഓഫ് ദം. ദി ഡിസവൽഡ് അപ്പിയറൻസ് ഓഫ് ദി ടു മെൻ ഇൻ ദി സ്ട്രീറ്റ്. ഡിസവൽഡ് എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത, വൃത്തിഹീനരായിട്ടുള്ള, മുടിയൊക്കെ അലോസരപ്പെട്ട് കാണപ്പെട്ട രണ്ടുപേരെ കാണപ്പെട്ടു സ്ട്രീറ്റിൽ. മേഡ് എവരിവൺ ടേക്ക് നോട്ടീസ് ഓഫ് ദം. അവരെ എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പോൾ ഇവിടെ ഡിസവൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചോയ്സ് നോക്കാം. കമ്പോസ്റ്റ് രചിച്ചു എന്നും. ടൈഡി എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ള, ടൈഡി എൻവലപ്പ്, നല്ല വൃത്തിയുള്ള കവർ. അപ്പോൾ ടൈഡി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് അൺടൈഡി. അപ്പോൾ അൺടൈഡിക്ക് ഓപ്പോസിറ്റ് ആണ് ഡിസവൽഡിൻ്റെ ഓപ്പോസിറ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് യഥാർത്ഥത്തിൽ ടൈഡിയാണ്. അപ്പോൾ ടൈഡിയുടെ ഓപ്പോസിറ്റ് അൺടൈഡി. അപ്പം ഡിസവൽഡ് എന്നതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ടൈഡിയാണ്. ആൻസർ ബി ആണ്. കോൺഫിഡൻ്റ് അല്ല, കംപ്ലസൻ്റ് അല്ല. ഓക്കെ, ഇനി അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ കുറച്ച് 2-3 ആൽഫബറ്റിക് ഓർഡറിൽ കുറച്ച് ഇപ്പം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ ഇതിൻ്റെ ബാലൻസ് നമ്മൾ ചെയ്യും. അക്വിറ്റ് കണ്ടം, അഫ്ലുവൻസ് പോവർട്ടി, ബെനഡിക്ഷൻ മാലഡിക്ഷൻ, ബെനവലൻസ് മെലവലൻസ്, കാർണൽ സ്പിരിച്വൽ, കോൺകോർഡ് ഡിസ്കോർഡ്, കവേർട്ട് overt, diffident, plaintive, efflux, influx, egoism, altruism. അപ്പോൾ ഓപ്പോസിറ്റിൻ്റെ ഡിസ്കഷനിൽ കുറച്ച് ആൽഫബറ്റിക് ഓർഡറിൽ 1-2 DE വരെയുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് തന്നേ ഉള്ളൂ. ഇതിനകത്ത് പലതും റിപ്പീറ്റ് ചെയ്ത് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 25ാമത്തെ ക്വസ്റ്റ്യൻ. മേരി വാസ് ആൻ ഡാഷ് ഓഫ് റീഡ്. അലുമിനസ്, അലുമിനെ, അലുമിനി, അലുമിന. ഇവിടെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുക, അല്ലെങ്കിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടം, അല്ലെങ്കിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരുടെ കൂട്ടം എന്ന അർത്ഥത്തിലാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇവിടെ അലുമിനസ് US ആണ്. US-ൽ അവസാനിക്കുന്ന noun sending in US can be changed into its plural by substituting I instead of US. US റിമൂവ് ചെയ്യുക, I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെന്തായി മാറും? അതിൻ്റെ പ്ലൂറൽ ഫോമിലേക്ക് മാറും. അപ്പോൾ സിംഗുലർ ഓഫ് നൗൺസ് ending US can be changed into its plural by substituting I or using I instead of US. ന് പകരം നമുക്ക് I ഉപയോഗിച്ച് പ്ലൂറൽ ആക്കാം. അപ്പോൾ ഇവിടെ മേരി എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് ഇത് സിംഗുലർ ആണ്, ഇത് പ്ലൂറൽ ആണ്. ഇതേ അല്ല, അത് രണ്ടുമല്ല, ഇത് രണ്ടുമാണ് ഇതിൽ ആൻസറായി വരേണ്ടത്. അതിൽ സിംഗുലർ അലുമിനസ് ആയതുകൊണ്ട് ഇവിടെ അലുമിനസ് ആണ്, എ ആണ് ആൻസർ. ഇതുപോലെ noun sending in US, bacillus, bacilli, focus, foci, fungus, fungi, nucleus, nuclei, radius, radii, stimulus, stimuli. ഇതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? We can form
Plural forms of singular nouns ending in US. യുഎസിൽ അവസാനിക്കുന്ന സിംഗിൾ നൗൺസിനെ നമുക്ക് എന്താക്കാൻ പറ്റും? പ്ലൂറലിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഐ ആഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഐ ആഡ് ചെയ്യല്ല, ഐ യൂസ് ചെയ്തിട്ട് യൂസിനെ നമ്മൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യുന്നു. അപ്പോൾ അലുമിനസ്, അലുമിനി, അതാണ് പ്ലൂറൽ. ബാസിലസ്, ബാസിലി. ഫോക്കസ്, ഫോക്കി. ഫംഗസ്, ഫംഗി. ന്യൂക്ലിയസ്, ന്യൂക്ലിയൈ. റേഡിയസ്, റേഡിയൈ. സ്റ്റിമുലസ്, സ്റ്റിമുലി. ഇനി ഫോക്കസ്, ഫോക്കസസ് എന്നും പറയാം. ഫംഗസ്, ഫംഗസസ് എന്നും പറയാം. ആ രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇതേ രീതിയിൽ നമുക്ക് ഇതെല്ലാം ഫോറിൻ നൗൺസ് ആണ്. ദെൻ ഐ ആം ഫോണ്ട് ഡാഷ് റീഡിങ് ബുക്സ്. ഫോണ്ട് വന്നാൽ ഫോണ്ട് ഓഫ് ആണ് ഉപയോഗിക്കേണ്ടത്, ഫോണ്ട് ഓഫ്. അതുപോലെ എൻഡിൽ വരുന്ന ചില എൻഡിങ് പ്രിപ്പോസിഷൻസ് ഞാനിവിടെ സൂചിപ്പിക്കുന്നു. സ്പീക്കിംഗ് ഓഫ്, റെഫറിങ് ടു, ടോക്കിംഗ് അബൌട്ട്, തിങ്കിങ് ഓഫ്, ലുക്കിംഗ് ഫോർ. വാട്ട് ആർ യു ടോക്കിംഗ് അബൌട്ട്? whom are you thinking of? ഇതേ രീതിയിൽ ചില പ്രിപ്പോസിഷൻസ് അറ്റ് ദി എൻഡ് വി ക്യാൻ യൂസ്. നെക്സ്റ്റ് 27ാമത്തെ ക്വസ്റ്റ്യൻ. അറേഞ്ച് ഇൻ എ പ്രോപ്പർ സീക്വൻസ്. തന്നിരിക്കുന്ന ഫാക്റ്റിനെ നമ്മൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് മീനിങ്ഫുൾ സെൻറ്റൻസ് ആക്കാനാണ്. ദി ഫാക്ട് P. That man is ignorant of his own self. Q. Must not be allowed. R. To cloud the other fact. Yes. That man has reached the moon. അപ്പോൾ ഇതിൽ PQRS. P ആദ്യം. P ആണ്, പിന്നെ Q ആണ്, പിന്നെ R ആണ്, പിന്നെ S ആണ്. അടുത്ത സീക്വൻസ് RPQS. അടുത്തത് SQRP. അടുത്തത് SQRP. അടുത്തത് SPRQ. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ആലോചിച്ചിട്ടേ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റൂ. കാരണം ദി ഫാക്റ്റ്, വസ്തുത. എന്താണ് വസ്തുത? ദാറ്റ് മാൻ ഈസ് ഇഗ്നറന്റ് ഓഫ് ഹിസ് ഓൺ സെൽഫ്. അയാൾ സ്വയം അജ്ഞനാണോ? സ്വന്തമായി തന്നെ അജ്ഞനാണോ? മസ്റ്റ് നോട്ട് ബി അലൗഡ്. അനുവദിക്കരുത്, വസ്തുത അനുവദിക്കരുത്. ടു ക്ലൗഡ് ദി അതർ ഫാക്ട്. മറ്റൊരു വസ്തുതയെ മറച്ചു വെക്കരുത്. ദാറ്റ് മാൻ ഹാസ് റീച്ച്ഡ് ദി മൂൺ. ദി ഫാക്ട് ദാറ്റ് മാൻ ഹാസ് റീച്ച്ഡ് ദി മൂൺ, അതാണ് ഫാക്ട്. മൂൺ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ദി ഫാക്ട് ദാറ്റ് മാൻ ഹാസ് റീച്ച്ഡ് ദി മൂൺ. ഒന്നാമത്തേത് നമ്മൾ ഏതെടുത്തു? എസ് എടുത്തു. രണ്ടാമത്തതോ പിന്നെ വരുന്നത് മസ്റ്റ് നോട്ട് ബി അലൗഡ്. അനുവദിക്കരുത്. അതായത് ഫാക്ട് ഇതാണ്, ആ മനുഷ്യൻ ചന്ദ്രനിൽ എത്തിച്ചേർന്നു എന്ന വസ്തുത മറക്കരുത്. മസ്റ്റ് നോട്ട് ബി അലൗഡ്. മസ്റ്റ് നോട്ട് ബി അലൗഡ് ടു ക്ലൗഡ് ദി അതർ ഫാക്ട്. മറ്റൊരു വസ്തുതയെ മറക്കരുത്. പിന്നെയും പറയുന്നു ദാറ്റ് മാൻ ഈസ് ഇഗ്നോറന്റ് ഓഫ് ഹിസ് ഓൺ സെൽഫ്. ഒരു മനുഷ്യൻ ചന്ദ്രനിൽ എത്തി എന്നുള്ള വസ്തുത നമ്മൾ ഒരിക്കലും മൂടി വെക്കരുത്. ദാറ്റ് മാൻ ഹാസ് റീച്ച്ഡ് ദി മൂൺ. ദി ഫാക്ട് ദാറ്റ് മാൻ ഹാസ് റീച്ച്ഡ് ദി മൂൺ. മൂൺ മസ്റ്റ് നോട്ട് ബി അലൗഡ് ടു ക്ലൗഡ് ദി അതർ ഫാക്ട്. മറ്റൊരു വസ്തുത കൊണ്ട് മൂടപ്പെടരുത്. ദാറ്റ് മാൻ ഈസ് ഇഗ്നോറന്റ് ഓഫ് ഹിസ് ഓൺ സെൽഫ്. അപ്പോൾ ഇവിടെ SQRP ആണ് അതിന്റെ ആൻസർ. ഇനി അടുത്തത് ഹി നോസ് നോബഡി ഇൻ ദി കോളനി. ഹി നോസ് നോബഡി ഇൻ ദി കോളനിയിൽ അദ്ദേഹത്തിന് ആരെയും അറിയില്ല. അപ്പോൾ ഹി നോസ് നോബഡി ഇൻ ദി കോളനി. ഇവിടെ ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യാനാണ്. ക്വസ്റ്റ്യൻ ടാഗ് ഫോം ചെയ്യുന്ന ഒരു വീഡിയോ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞതിൽ ഞാൻ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഡീറ്റെയിൽസ് വെച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലും ഇവിടുത്തെ ഫാക്ട് അനുസരിച്ച് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യുന്നതിന് മുമ്പ് വി ഹാവ് ടു റിമെമ്പർ വെദർ ദി ഗോൺ സെൻറ്റൻസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ആദ്യം ചിന്തിക്കുക. ഇവിടെ ഈ സെൻറ്റൻസ് ഹി നോസ് നോബഡി. നോബഡി എന്ന് പറയുന്നത് നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, നോബഡി, നത്തിങ് എൽസ്, സ്കേഴ്സ്ലി, ഹാർഡ്ലി, ഫ്യൂ, ലിറ്റിൽ,
ഇതൊക്കെ എന്താണ്, നെഗറ്റീവിനെ സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ സെന്റൻസിൽ നോ, നോട്ട്, നെവർ, നൺ, നത്തിങ്, നോബഡി, നത്തിങ് എൽസ്, സ്കേഴ്സിലി, ഹാർഡ്ലി, റയർലി ഇങ്ങനെയൊക്കെ വരുന്ന വാക്കുകൾ, ഹാർഡ്ലി, സ്കേഴ്സിലി, സെൽഡം ഒക്കെ വരുന്ന ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ സെമി നെഗറ്റീവ് ആണ്. അത് ക്വസ്റ്റ്യൻ ടാഗിൽ നെഗറ്റീവ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ ഇവിടെ നോബഡി വന്നിട്ടുണ്ട്. ഡോണ്ട്, ഡസന്റ്, ഡിഡിന്റ് വന്നാലും അതുപോലെ ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ചേർന്ന് വരുന്നത്, ഉദാഹരണത്തിന് ഈസിന്റ്, ആമിന്റ്, ആറിന്റ്, വാസിന്റ്, വേരന്റ്, ഹാവിന്റ്, ഹാസിന്റ്, ഹാഡിന്റ്, ഡോണ്ട്, ഡസന്റ്, ഡിഡിന്റ്, വോണ്ട്, ഷാണ്ട്, കോണ്ട്, കുഡിന്റ്, മെയിന്റ്, മൈറ്റിന്റ്, മസ്റ്റിന്റ്, നീഡിന്റ്, ഡയറന്റ്, ഓട്ടിന്റ് ഇങ്ങനെയൊക്കെ വന്നാലും നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നോസ് എന്നില്ല, ഇവിടെ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിൽ അതിനോട് നോട്ട് ചെയ്തെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാഗ് ഫോം ചെയ്യാം. ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല. ആ സ്ഥിതിക്ക് മെയിൻ വെർബിനെ നോക്കുക. മെയിൻ വെർബ് നോസ് ആണ്. എസ് ഫോമിലുള്ള ഒരു വെർബിനെ സ്പ്ലിറ്റ് ചെയ്യാൻ നമുക്ക് ഡസ് കിട്ടും. അതിനോട് നോട്ട് ചെയ്തെടുക്കുക. അപ്പം അവിടെ ഡസ്, ഡസിന്റെ സബ്ജക്റ്റ് കീ. ഇവിടെ ആൻസർ ഏതാണ്? ഡസ്. നെഗറ്റീവ് ആയതുകൊണ്ട്, പോസിറ്റീവ് ആയിരുന്നെങ്കിൽ ഡസിന്റെ കീ എന്ന് എഴുതായിരുന്നു. നെഗറ്റീവ് ആയതുകൊണ്ട് ഡസ് കീ ആണ് ആൻസർ. ഡസ് കീ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലൂടെ നെക്സ്റ്റ് ലാസ്റ്റ് 30th ക്വസ്റ്റ്യൻ. പിക്ക് ഔട്ട് ദി മിസ്പെൽഡ് വേർഡ്. നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ കറക്റ്റ് സ്പെല്ലിങ് എന്നാ ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്പെല്ലിംഗ് ഉള്ള വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡിസ്പോസ് എന്ന് പറയുന്നത് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഡിപ്പോസ് കറക്റ്റ് സ്പെല്ലിംഗ് അല്ല. ഡിമോട്ട് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഡിനോട്ട് കറക്റ്റ് സ്പെല്ലിംഗ് ആണ്. ഇപ്പോൾ അവിടെ പിക്ക് ഔട്ട് ദി കറക്റ്റ് സ്പെൽറ്റ് വേർഡാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ ഇത് ചോദ്യകർത്താവിന് എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിക്ക് ഔട്ട് ദി മിസ്പെൽറ്റ് വേർഡ് എന്നാണെങ്കിൽ കറക്റ്റ് ആണ്. ഡിസ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക. ഡിമോട്ട് എന്ന് പറഞ്ഞാൽ തരം താഴ്ത്തുക. ഡിനോട്ട് എന്ന് പറഞ്ഞാൽ സൂചിപ്പിക്കുക. ഇത് മൂന്നും കറക്റ്റ് സ്പെല്ലിംഗാണ്. അപ്പോൾ അതിനകത്ത് മിസ്പെൽറ്റ് ആയിട്ട് ആണ് ചോദ്യമെങ്കിൽ ഡിപ്പോസ് ആണ് മിസ്പെൽറ്റ് ആയിട്ടുള്ളത്. സോ thus we have discussed the question paper of Kerala Public Service Commission Divisional Accountant dated 23rd January 2016. അങ്ങനെ 2016 ജനുവരി 1-ാം തീയതി ഡിവിഷണൽ അക്കൗണ്ടിന് വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെ 21 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ അങ്ങോട്ട് പോകും തോറും നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോന്നിൻ്റെയും റിപ്പോർട്ട് സ്പീച്ച്, ചേഞ്ച് ദി വോയിസ്, ക്വസ്റ്റ്യൻ ടാഗ് ഇതിൻ്റെയൊക്കെ വീഡിയോ തൊട്ട് മുമ്പിൽ നമ്മൾ HSA ഹൈസ്കൂൾ അസിസ്റ്റൻ്റ് ഇംഗ്ലീഷ് ടീച്ചറിന് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അതിനകത്തുണ്ട്. സോ ഐ ഹോപ്പ് ദാറ്റ് യു അണ്ടർസ്റ്റുഡ് ടുഡേയ്സ് ക്ലാസ്. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. താങ്ക് യു സോ മച്ച്.